നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോട്ടെത്തും. തുടർന്ന് തളി ക്ഷേത്രം സന്ദർശിക്കും. കൂടാതെ ജില്ലയിലെ പ്രമുഖരെയും കാണും. നാളെ രാവിലെ ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് പോകും. പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി നയനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണുമെന്നും വിവരമുണ്ട്. പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം കൊല്ലത്ത് പെട്രോൾ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകളിൽ പഠനം നടത്തുമെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. അപ്രതീക്ഷിതമായി കിട്ടിയ വകുപ്പാണ് പെട്രോളിയം വകുപ്പെന്നും ഭാരിച്ച ഉത്തരവാദിത്തമാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിശദമായി പഠിച്ച് വേണ്ടതുപോലെ പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി സുരേഷ് ഗോപിയെ മന്ത്രാലയത്തിലേക്ക് സ്വീകരിച്ചു. വകുപ്പ് സെക്രട്ടറിമാരും സന്നിഹിതരായിരുന്നു. ശേഷം ട്രാൻസ്പോർട്ട് ഭവനുള്ള ടൂറിസം വകുപ്പ് കാര്യങ്ങളിലേക്ക് സുരേഷ് ഗോപി എത്തി ടൂറിസം വകുപ്പിന്റെ ചുമതലയേറ്റു. ഒരിടത്തും നിരാശനാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ചുമതലയേറ്റ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. തീർത്തും പുതിയ സംരംഭമാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണിത് എന്നെനിക്കറിയാം. ഞാൻ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം. അതെല്ലാം പഠിച്ച ശേഷം പ്രധാനമന്ത്രി നയിക്കുന്ന പാനലിനെയും കേട്ട് വേണം ചെയ്യാൻ. എനിക്ക് ശരിക്കും UKG ചേർന്ന അനുഭവമാണ്. പെട്രോൾ വില വർധനയെ ചെറുത്തു നിൽക്കുന്നതിന് ഓയിൽ ഫൈൻഡിങ്സ് വേണം. നമ്മുടെ കാവേരി ബേസ് കൊല്ലത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന ഊഹാപോഹങ്ങൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും ഫലവത്തായ ഇംപ്ലിമേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. കേരളം ഇന്ത്യൻ ടൂറിസത്തിന്റെ പ്രൈം ഡെസ്റ്റിനേഷനാണ് എന്ന് പ്രീപോൾ ചർച്ചകളിൽ വ്യക്തമാക്കിയതാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഭാരതത്തെ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കും കേരളം. ടൂറിസത്തിൽ ഇതുവരെ തൊടാത്ത മേഖലകളിൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം അപകടരഹിതമായും പൂരപ്രേമികളുടെ ഇഷ്ടാനുസരിച്ചുമുള്ള തൃശൂർ പൂരമാകും നടക്കുക. അതിനുവേണ്ടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. നേരത്തെ നിലവിലെ കളക്ടറെയും കമ്മീഷണറെയും നിലനിർത്തി തൃശൂർ പൂരം നടത്തിപ്പ് രീതികൾ പരിഷ്കരിക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ രീതിയുണ്ടാകും. അത് നേരത്തെ പറഞ്ഞതാണ്. തൃശൂർ കമ്മീഷണറെയും കളക്ടറെയും ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരുടെ സ്ഥാനത്തിൽ പൂരം ശുദ്ധീകരിക്കുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. അതിനിടെ തൃശൂർ പൂരം വിവാദത്തിൽ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി. പകരം R. ഇളങ്കോ തൃശൂർ കമ്മീഷണറാകും. അങ്കിത് അശോകന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. നേരത്തെ തന്നെ അങ്കിത് അശോകന് സ്ഥലം മാറ്റാനുള്ള തീരുമാനമെടുത്തിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് ഉത്തരവ് വൈകിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്തിരുന്നത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തർക്കം ഉടലെടുക്കുകയും വെടിക്കെട്ട് വൈകുകയുമായിരുന്നു. രാവിലെ 7:15ഓടെയാണ് വെടിക്കെട്ട് ആരംഭിച്ചത്. പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്തു നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കിയിരുന്നു. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. തുടർന്ന് അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവാദം നൽകിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.